നമസ്കാരം, ഷാംസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള AGT ഗോഡ് ഫാമിലെ കാഴ്ചകളുമായിട്ടാണ്. വിവിധ തരത്തിൽപ്പെട്ട 100ഓളം ആടുകളെയാണ് ഇവിടെ പരിചരിക്കുന്നത്. വീട്ടിലെ മലബാറി, സിരോഹി, ജമുനാപ്യാരി എന്നീ ഇനത്തിൽപ്പെട്ട പല വയസ്സിലുള്ള ആടുകളെ ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ തുടക്കക്കാർക്കും അതുപോലെ തന്നെ ആട് ഫാം നടത്തുന്നവർക്കെല്ലാം നല്ല ഇനം ആടുകളെ വാങ്ങിക്കാൻ പറ്റിയൊരു ഫാമാണ് AGT ഗോഡ് ഫാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ചോദിച്ചേട്ടാ, നമ്മുടെ AGT ഫാമിൽ ഇപ്പം എത്ര ആടുകളാണുള്ളത്? നമുക്ക് ഏകദേശം ഒരു 80 ആണ്. ഏതൊക്കെ ഇനത്തിൽപ്പെട്ട ആടുകളാണ് ഇപ്പോൾ ഉള്ളത്? വീട്ടിലുണ്ട്, ജമുനാപ്യാരി ക്രോസ് ഉണ്ട്, പിന്നെ മലബാറി നാടനാട്. ചേട്ടാ, ഇവിടെ കൂടുതലും ആട്ടും കുഞ്ഞുങ്ങളാണ് വിൽക്കുന്നത്, അതോ മുട്ടനാടാക്കി വിൽക്കുകയാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്? എങ്ങനെ? നമ്മൾ പെൺകുട്ടികളെ ഒരു 3 മാസം പ്രായമാകുമ്പോൾ വളർത്താനായിട്ട് കൊടുക്കും. പിന്നെ മുട്ടനാടുകളെ ഇറച്ചിക്കാർ വരുമ്പോൾ അങ്ങനെ കൊടുക്കും. കുട്ടികളാണ് നമ്മൾ വിൽക്കാറുള്ളത്. തുടക്കത്തിൽ നമ്മൾ എത്ര ആട് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്തത്? തുടക്കത്തിൽ ഒരു 10-20 ആടേ ഉണ്ട്. ഏത്, മലബാറി ആയിരുന്നു അതോ? മലബാറി ആയിരുന്നു. അപ്പം നമുക്ക് തുടക്കം മുതലേ ഈ ഒരു രീതിയിലുള്ള കൂടാണോ ആദ്യം തൊട്ടേ ഉള്ളത്? തുടക്കത്തിൽ കൂട് തന്നെ. അപ്പോൾ ഈ കൂട് എത്ര അളവുണ്ട്, ഏതെല്ലാം രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏകദേശം ഒരു 800 സ്ക്വയർ ഫീറ്റോളം വരും. ഇതിൻ്റെ പ്ലാറ്റ്ഫോം എല്ലാം എന്ത് തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഏറ്റവും നമ്മൾ പനയുടെ തടിയും തെങ്ങിൻ്റെ തടിയുമാണ്. അപ്പോൾ ഇത് തറനിരപ്പിൽ എന്തോ ഒരു ഹൈറ്റ് ഉണ്ട് ഈ ഒരു കൂടിന്? ഇതൊരു 5 അടി 5.5 അടി ഹൈറ്റ് ഉണ്ട്. നമ്മൾ കൂട് പണിയുമ്പോൾ കുറഞ്ഞത് ഒരു 5 അടി ഹൈറ്റെങ്കിലും നമ്മൾ കൊടുക്കണം. 6 കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. 5 അടി ഹൈറ്റെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കീഴൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾ കയറി തൂത്തുവാരണമൊക്കെ ഹൈറ്റ് അത്യാവശ്യമാണ്. പിന്നെ തറയുന്ന ഹൈറ്റ് മാക്സിമം നല്ലതാണ്, കൂട്ടത്തിൽ നല്ലതാണ്. ആ ഉദ്ദേശത്തിലാണ് 5 അടി ഹൈറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കൂട് നിർമ്മിക്കുമ്പം ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞു, അവർക്ക് പ്ലാറ്റ്ഫോം തടി തന്നെയാണോ നല്ലത്? തടിയാണ്. ആടിന് തീർച്ചയായിട്ടും തടി തന്നെയാണ് നല്ലത്. കുറേ കാര്യം തെന്നി വീഴാതിരിക്കും. എപ്പോഴും ആടിന് സേഫ്റ്റി തടി തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ പാർട്ടീഷൻ ചെയ്തതായിട്ട് കണ്ടു, ആടിൻ്റെ പല ഇതായിട്ട്. അപ്പം അതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? അതിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് മുട്ടനാടിനെ പ്രത്യേകമായിട്ട് മാറ്റിക്കെട്ടാൻ ഒരു റൂം ആവശ്യമാണ്. പിന്നെ ചെറിയ പ്രായമായ മുട്ടൻകുട്ടികളെ മാറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാവും. മറ്റ് ചെറിയ കുട്ടികൾ ചാടിയിട്ട് ക്രോസായിട്ട് വിഷയമാവും. അതിനെ മാറ്റിയിടാനായിട്ട് റൂം വേണം. പിന്നെ പ്രസവിക്കുന്ന ആടുകളെ മാറ്റിയിടാനായിട്ടും പിന്നെ ചനയാവുന്ന ആടുകളെ പ്രത്യേക റൂമിലിടണം. അങ്ങനെ പല സെക്ഷനായിട്ട് നമ്മൾ തരംതിരിച്ച് മാറ്റാറുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ആടിനെ 20ഓളം ആടിനെ എടുത്തെന്ന് പറഞ്ഞു. അത് ഏത് പ്രായത്തിലുള്ള ആടുകളാണ് എടുത്തത്? നമ്മൾ എടുത്തപ്പോൾ എല്ലാം നമ്മൾ തള്ളയാടുകളെയാണ് എടുത്തത്. കുട്ടിയും തള്ളയോടുള്ളതും പിന്നെ ചനയുള്ള ആടുകളുമായിട്ടാണ്. ഇപ്പം ആദ്യം മലബാറി ആടുകൾ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ടിപ്പം ബീറ്റിലുണ്ട്, ജമുനാപ്യാരി ഉണ്ട്, അതിൻ്റെ ക്രോസ് ബ്രീഡ്സ് ഉണ്ട്. ഇത് വളർത്തുന്നതിൽ ഏത് ഇനം ആടിനെ വളർത്തുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഒരു കച്ചവടം നല്ല രീതിയിൽ നല്ലത്? നമുക്ക് നാടനാടിനെ വളർത്തിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കൂടുതൽ കുട്ടികളെയൊക്കെ കിട്ടും. അങ്ങനെ വിഷയമൊന്നുമില്ല. പിന്നെ ബീറ്റിലോ യമുനപ്പുരി അതുകൊണ്ടുള്ള ആടുകളെ നമ്മൾ വളർത്തിയാൽ നമുക്ക് കുറച്ചുകൂടെ വില കൂട്ടി വിൽക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഉള്ള വിലയിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തായിട്ട് നമുക്ക് വില കൂട്ടി വിൽക്കാൻ പറ്റും മറ്റനാടുകൾ. അപ്പോൾ നമുക്ക് ഇറച്ചി ആവശ്യത്തിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഇനത്തിൽപ്പെട്ട ആടിനെ ആയിരിക്കും വളർത്തുന്നത് നല്ലത്? ഇറച്ചി ആവശ്യത്തിന് നമുക്ക് നമ്മുടെ നാടനാടുകൾ തന്നെയാണ് വലിയ രോഗം ഇല്ലാതെ വളർന്നു വരാൻ എളുപ്പമുള്ളതും നല്ലതും അത് തന്നെയാണ്. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇറച്ചി തൂക്കം കൂടുതൽ കിട്ടുന്നത് വീട്ടിലുണ്ട്. പാലുൽപാദനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബ്രീഡായിരിക്കും നല്ലത്? പാലുൽപാദനത്തിന് എൻ്റെ അഭിപ്രായത്തിൽ മലബാറിക്ക് തന്നെയാണ് പാൽ. അപ്പോൾ ചേട്ടൻ ഇത്രയും ആടുകൾ ഇവിടെ വളർത്തുന്നുണ്ട്, ഇതിന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വാക്സിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടോ? നമ്മൾ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് എടുത്തിട്ടില്ല. പിന്നെ എല്ലാ മാസവും കറക്റ്റായിട്ട് വിലയ്ക്കുള്ള ഗുളികകൾ കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പിന്നെ പനിയോ വല്ലതും വന്നാൽ അതിന് മരുന്നുകൾ കൊടുക്കും. അത് പ്രത്യേകിച്ചൊന്നും എടുക്കാറുണ്ട്. ആടുകൾക്ക് നമ്മളിവിടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? അതിന് ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കുന്നത് നല്ലതാണ്. ഇതുവരെ എടുത്തിട്ടില്ല. ഇവിടെ എത്ര മാസം തൊട്ടാണ് ഇവിടെ കുഞ്ഞുങ്ങളുടെ വിപണനം ആരംഭിക്കുന്നത്? ഇവിടെ നമ്മൾ 3 മാസമാണ് കുട്ടികൾക്ക്. അതിൻ്റെ ഓരോ വില നിലവാരം ഒന്ന് പറഞ്ഞുതരോ? നമ്മളിവിടെ തൂക്കമാണ്. ലൈവ് വെയിറ്റ് 380 രൂപ വിലയ്ക്കാണ്. ഓരോ ഫാമുകളിൽ 400ഒക്കെയാണ്. നമ്മളിവിടെ 380 രൂപ വില. എല്ലാ ആടുകളെയും ഒരേ റേറ്റിൽ തന്നെയാണ്? നമ്മൾ ഒരേ റേറ്റിലാണ്, 380 രൂപ റേറ്റിലാണ്. ഈ മലബാറി ആയാലും ബീറ്റിലായാലും എല്ലാം? അല്ല, ബീറ്റിലിൻ്റെ കുട്ടികളെ നമ്മളിങ്ങനെ അങ്ങനെ കൊടുക്കാറില്ല. ബീറ്റിലിൻ്റെ കുട്ടികളെ 3-4 മാസമായ കുട്ടികൾക്ക് 10,000 രൂപ വെച്ച് കിട്ടാറുണ്ട്. അല്ലാത്ത ആടുകളെല്ലാം നമ്മൾ ഈ ലൈവ് വെയിറ്റിലാണ്. നമുക്കിവിടെ ആടുകൾക്ക് ഏതെല്ലാം രീതിയിലുള്ള തീറ്റകളാണ് കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറയുമ്പം പരുത്തി പിണ്ണാക്ക്, പുളിയരി, പിന്നെ ആടിൻ്റെ പെല്ലറ്റ് കിട്ടും. അപ്പോൾ ഇത് 2 നേരം നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ പ്ലാവിൻ്റെ തോല, അങ്ങനത്തെ തോലുകളൊക്കെ പച്ചയിലേക്ക് കിട്ടും, പുല്ല് അങ്ങനെ കൊടുക്കും. ഇവിടെ എത്ര നേരമാണ് തീറ്റയും അതുപോലെ തന്നെ വെള്ളമൊക്കെ കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് മുമ്പായിട്ട് മറ്റേ ആടിൻ്റെ പെല്ലറ്റും പരുത്തിയോട് കൊടുക്കും. അതിനുശേഷം പ്ലാവിൻ്റെ തോലൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ വൈകുന്നേരം പുളിയരിയും പെല്ലറ്റൂടെ വൈകുന്നേരം കൊടുക്കും. അങ്ങനെ ഇവിടെ ആടുകളെ അഴിച്ചിട്ട് വളർത്താറുണ്ടോ? ഇവിടെ അഴിച്ചു വിടാനുള്ള സംവിധാനമായിട്ടില്ല. പിന്നെ കൂടിൻ്റെ വെളിയിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നമ്മൾ അഴിച്ചു വിടാറുണ്ട്. തിന്നാനായിട്ട് അഴിച്ചു വിടാനുള്ള സംവിധാനം. ചേട്ടാ, നമ്മുടെ ഫാമിൽ അവലംബിച്ചിരിക്കുന്ന ഇതിൻ്റെ ബ്രീഡിംഗ് രീതികൾ ഏതൊക്കെയാണ്? ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഹീറ്റായി കണ്ടു കഴിഞ്ഞാൽ
നമ്മൾ നോക്കും. അതിൻ്റെ പ്രായപൂർത്തിയായതാണോ ഇല്ലയോ നമ്മൾ നോക്കും. തീരെ കുട്ടികളാണെങ്കിൽ നമ്മൾ 4 മാസം 5 മാസം മുതലേ ചില ആട്ടിൻകുട്ടികൾ ഹിറ്റാവാറുണ്ട്. നമ്മളത് വിടാറില്ല. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ നല്ല കുട്ടികളെ കിട്ടത്തില്ല. ഒരു നാടൻ മലബാറി ആടുകൾക്ക് കുറഞ്ഞതൊരു 6 മാസം 7 മാസമെങ്കിലും പ്രായമാവണം കുട്ടിക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ അത് പറ്റത്തില്ല. ഏകദേശം 1 വയസ്സ് തന്നെ ആയെങ്കിലേ വീട്ടിൽ ആടുകളെ ക്രോസ് ചെയ്യാവൂ. എങ്കിലേ അതിൻ്റെ കറക്റ്റ് വലിപ്പമാകത്തുള്ളൂ. അപ്പം ആ രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒരു പ്രസവം കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ കൂട്ടത്തിൽ വിടുന്ന എത്ര നാൾ കഴിഞ്ഞിട്ട്? ഒരു പ്രസവം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലത് ഒരു 3 മാസം ആയിട്ട് വിടുന്നതാണ്. ചിലർ 2 മാസമൊക്കെ ആകുമ്പോൾ വിടാറുണ്ട്. പക്ഷെ നല്ലത് 3 മാസമായിട്ട് വിടും. ഇവിടെ മുട്ടന്മാരുടെ കാര്യം പറഞ്ഞു. മുട്ടന്മാരായിട്ട് കൂടുതലും ഏത് ഇനത്തിൽപ്പെട്ട ആടിനെ ഇവിടെ ഉപയോഗിക്കുന്നത്? നമുക്കിവിടെ ബീറ്റിലുണ്ടായിരുന്നു, ഇപ്പോൾ ബീറ്റിലില്ല. ഗംഗാപ്യാരി ക്രോസ് ഉണ്ട്. പിന്നെ ഗംഗാപ്യാരിയുടെ തന്നെ 2 മുട്ടൻ ഇവിടെ ഉണ്ട്. പിന്നെ മലബാറി മുട്ടുണ്ട്. അപ്പോൾ മുട്ടനാടുകൾക്ക് എന്തെങ്കിലും പ്രത്യേക പരിചരണങ്ങൾ നൽകാറുണ്ടോ? പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഇടയ്ക്കൊരു മുട്ടയൊക്കെ കൊടുക്കാറുണ്ട് എക്സ്ട്രാ ആയിട്ട്. അതേ ഉള്ളൂ, അത് പ്രത്യേകിച്ചൊന്നും കൊടുക്കാറില്ല. ഇവിടെ നമ്മൾ ഈ തീറ്റപ്പുല്ല് അതുപോലെ തന്നെ ആടിൻ്റെ പിണ്ണാക്ക് ഇതല്ലാതെ നമുക്ക് സപ്ലിമെൻറ്റ്സ് എന്തെങ്കിലും വൈറ്റമിൻസ് കാൽസ്യം അങ്ങനെ എന്തെങ്കിലും ആടുകൾക്ക് കൊടുക്കാറുണ്ടോ? കാൽസ്യം കൊടുക്കാറുണ്ട്. കാൽസ്യത്തിൻ്റെ ലിക്വിഡ് നമ്മൾ കൊടുക്കാറുണ്ട്. ചേട്ടാ, നമ്മുടെ ഇവിടെ ആട് ഫാം നടത്തുമ്പോൾ നമുക്ക് കൂടുതലും ആടുകൾക്ക് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ്? കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വയറ് സ്തംഭനമൊക്കെ വരാം. പറയാൻ കാര്യം ഇപ്പം നമ്മൾ അഴിച്ചുവിട്ട് തീറ്റുമ്പോൾ കൂടുതൽ തിന്നിട്ട് അങ്ങനെയുള്ളത് വരാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകൾ അന്നേരം നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ പനിയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഒരാടിന് ചുമയോ പനി വന്നു കഴിഞ്ഞാൽ കൂട്ടത്തിലായത് എല്ലാത്തിനും വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതുവരെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. ആടുകളെ ഇവിടെ കുളിപ്പിക്കാറുണ്ടോ? ഇവിടെ ആടുകളെ കുളിപ്പിക്കാറില്ല എന്ന് തന്നെ പറയാം. കാര്യം അതിനുള്ള ടൈം കിട്ടാറില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ആടുകൾക്ക് കുളിപ്പിച്ചില്ലെങ്കിൽ പോലും ബ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. അതെന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ശരീരത്തിലെ വെയിൻ്റെ ഓട്ടത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കാം. അത് നമ്മളോട് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. ആടുകളുടെ പ്രസവ പരിചരണത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ? ആടുകളുടെ പ്രസവ പരിചരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എല്ലാ ടൈമിലും കാണണമെന്നില്ല. ചില സമയങ്ങളിൽ ഇപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മളറിയത്തില്ല. അപ്പോൾ അന്നേരം നമ്മൾ രാവിലെ കുട്ടിയും തള്ളയോടെ നിൽക്കുന്നത് കാണുമ്പോഴായിരിക്കാം നമ്മൾ കാണുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ചില ആടുകൾ തിന്നാൻ ഭക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള ഇടവരില്ല. അങ്ങനെ ഭക്ഷിച്ചാൽ ആ ആടിൻ വളരെ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ശരീരം മെലിഞ്ഞു പോവുകയും പാലില്ലാതാവുകയൊക്കെ ചെയ്യും. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രസവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മാച്ച് പോയോ ഇല്ലയോ മാറ്റം ചെയ്തോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതൊരു പാളിച്ചയായിരിക്കും. അതേ ഉള്ളൂ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ കുട്ടികളെ ആദ്യത്തെ പാല് നമ്മൾ നിർബന്ധമായിട്ടും കുടിപ്പിച്ചിരിക്കണം. അവർക്ക് പ്രതിരോധശേഷി കിട്ടുന്നത് അതാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും കുടിപ്പിക്കാതിരിക്കില്ല. പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റിനകം നമ്മൾ കുടിപ്പിക്കാൻ തന്നെ ശ്രമിക്കാം. അത് കുടിച്ചതിന് ശേഷം മാത്രമുള്ളത് നമ്മൾ കടന്ന് കളയാതെ ആദ്യം കുട്ടിയെ കുടിപ്പിക്കണം. ചേട്ടാ, നമ്മളിവിടെ പാല് വിൽക്കാറുണ്ടോ? ആടിൻ്റെ പാല് നമ്മൾ അങ്ങനെ വിൽക്കാറില്ല. പിന്നെ മരുന്നിനൊക്കെ പറഞ്ഞ ആൾക്കാർ വരാറുണ്ട്. അന്ന് ആ സമയങ്ങളിൽ നമ്മൾ അത്യാവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ലിറ്ററിന് നമുക്ക് 100 രൂപ വില കിട്ടാറുണ്ട്. നമുക്കിവിടെ ചനയുള്ള ആടുകളെ ഈ TT എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ TT ഒക്കെ എടുക്കാറുണ്ടോ ഇവിടെ? എടുക്കുന്നത് നല്ലതാണ്. ചനയുള്ള ആടുകൾക്ക് TT എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ എടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു കർഷകന് ആട് ഫാം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിജയകരമാക്കാൻ പറ്റും? നമ്മൾ തുടക്കത്തിൽ അധികം ആടുകളെ എടുക്കാതെ ചെറിയ രീതിയിൽ ഒരു 4-5 ആട് വെച്ച് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഒത്തിരി ആടുകൾ എടുത്താൽ നമുക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിലേ ഉണ്ടാകും. ഘട്ടം ഘട്ടമായിട്ടാകുമ്പോൾ നമുക്കത് പരിഹരിച്ച് പോകാൻ പറ്റും. പിന്നെ നമുക്കതിൻ്റെ ആടുകളുടെ സ്വഭാവ രീതികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും ചെറുക്കെ തുടങ്ങിയാൽ. അപ്പം മലബാറി ആടുകളാണ് കൂടുതലും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ നമുക്ക് തുടക്കത്തിൽ നല്ലത്. പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നല്ല ബ്രീഡിലേക്ക് മാറിയാൽ നല്ലതാണ്. ചേട്ടാ, നമ്മുടെ ഫാമിൽ ആടിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് വരുമാനം കണ്ടെത്തുന്നത്? നമുക്ക് ആടിൽ നിന്ന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പാല് നമുക്ക് കുറച്ച് വിറ്റ് അതുണ്ട്. പിന്നെ എല്ലാ നാടിൻ്റെ കാഷ്ടം നമ്മൾ വിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഒരു ചാക്കിന് 250 രൂപ റേറ്റിൽ നമ്മളത് കൊടുക്കാറുണ്ട്. പിന്നീട് ആടിനെ ക്രോസ് ചെയ്യാനൊക്കെ അയൽവക്കത്തു നിന്നൊക്കെ കൊണ്ടുവരാറുണ്ട്. വന്നാലും നമ്മൾ malabari goatസിനൊക്കെ നമ്മൾ 1000 രൂപ ഈടാക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമാനമുണ്ട്, പല രീതിയിലുണ്ട്. പിന്നെ കുട്ടികളെ നമ്മൾ വിൽക്കുന്നുണ്ട്. വരുമാനമുണ്ട്, കുഴപ്പമില്ലാതെ.